ഹലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ഒരു ഇൻഫർമേഷൻ ആണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇപ്പൊ നമ്മുടെ എക്സാമുകളെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലെ? പ്ലസ് ടുവിന്റെ എക്സാം, ഡിഗ്രിയുടെ എക്സാം, പ്ലസ് ടു 10th ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മൾ പേരൻസ് മക്കളെ ഏത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, എവിടെ കൊണ്ട് ചേർക്കണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ് അല്ലെ? ഈ സമയം കണ്ടിട്ടാണ് പല ഏജൻസികൾ അല്ലെങ്കിൽ പല അക്കാദമികൾ ഇന്ന കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒത്തിരി അഡ്വർടൈസ്മെന്റിലൂടെ നമ്മളെ റീൽസിലൂടെയും അങ്ങനെയൊക്കെ നമ്മളെ വീഴ്ത്താനായിട്ട്, അതായത് നമ്മളെ അട്രാക്ട് ചെയ്യിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണും. അത്തരത്തില് ഇപ്പൊ വളരെ അധികം എക്സാമുകളുടെ ഈ പഠിപ്പിക്കുന്നതിന്റെ ഈ കോഴ്സുകളെ കുറിച്ച് കാണുന്നതിന്റെ ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയി ജർമ്മനിയിൽ ഇത്രയധികം സ്റ്റേഫൻഡുകളോട് കൂടെ പഠിക്കാം, നഴ്സിംഗ് പഠിക്കാം, ജോലി നേടാം, ഇത്ര സ്റ്റേപ്പൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു ചതിയുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ഇതൊക്കെ കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് നമ്മൾ മക്കളെ കൊണ്ട് അതിൽ ചേർത്തും. അപ്പോൾ അതിന് ലാംഗ്വേജ് പഠിക്കാൻ ഒരു നല്ല ചെലവുണ്ട്. അതിനുശേഷം എക്സാം എഴുതാൻ അതിനേലധികം ചെലവുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ചതി എന്ന് പറഞ്ഞത്, ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ക്യാച്ച് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമില്ല. എന്നാലും ഞാൻ നെഗറ്റീവ് പറയുന്നില്ല. എക്സാം നന്നായി പ്രിപ്പയർ ചെയ്ത് പാസ്സാകുന്നവരുണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു ചതി എന്ന് വെച്ചാല്, നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എഴുതാനായിട്ടൊരു സെന്റർ കിട്ടണം. ആ സെന്റർ ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒത്തിരി ഏജൻസികള്, ഒത്തിരി വ്യക്തികള് ഇങ്ങനെ നമുക്ക് എക്സാം എഴുതാനായിട്ട് സെന്റർ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് ധാരാളം പണം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും പിന്നെ 2, 3, 4 മാസങ്ങൾക്ക് ശേഷം ഡേറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ പണം തിരികെ മേടിക്കുകയാണ് ഉണ്ടാവാറ്. ഇത് ഞാനിങ്ങനെ പറയാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ മക്കൾ 2 പേര് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചവരാണ്, പഠിക്കാൻ പോയവരാണ്. ഞങ്ങളും ഇതുപോലെ മക്കളെ എവിടെ എത്തിക്കണം അങ്ങനെ ആഗ്രഹിച്ച് ലൈവിൽ നിന്ന് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് 2 മക്കളെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കൊണ്ടുചെന്ന് ചേർത്തി. അത് ഇതുപോലെ വലിയ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഇവിടെയൊന്നല്ല, കോഴിക്കോട് കൊണ്ടുപോയി ചേർത്തണ്ടേ. ഏജൻസിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ചേർത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് ഒരു 60,000 രൂപ വെച്ചിട്ട് 2 കുട്ടികൾക്ക് 1,20,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അതിനുശേഷം ലാംഗ്വേജ് പഠിക്കാൻ ഫസ്റ്റത്തെ A1 പഠിക്കാൻ 15,000 വെച്ചിട്ട് 2 പേർക്ക് 30,000, അങ്ങനെ 1,50,000 രൂപ ഞങ്ങൾ ഒരു ഏജൻസിയിലേക്ക് കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുകയുണ്ടായി. പക്ഷെ 2-3 മന്ത്സ് കഴിഞ്ഞിട്ടും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതായപ്പോൾ ഞങ്ങൾ അത് അവിടെ നിന്ന് സ്കിപ്പാക്കി വേറെ സ്ഥലത്ത് ചേർത്തുണ്ടായത്. അന്നേരം ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകുന്നില്ല, ഞങ്ങൾക്ക് പൈസ തിരിച്ചു വേണം എന്ന് പറഞ്ഞപ്പോൾ പൈസ തരില്ലെന്ന് പറയും. മാത്രമല്ല നമ്മളെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് ഉണ്ടായത്. അതെല്ലാം പോട്ടെ, ആ കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെയല്ലാത്തപ്പോ സാഹചര്യങ്ങളുണ്ട്. പ്രോസസ്സിംഗ് ഫീസ് ഒന്നുമില്ലാതെ കുട്ടികളെ ഫീസ് മാത്രം മേടിച്ച്, അതാ പറഞ്ഞത്, പല പരസ്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ എക്സാം പാസ്സാകുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് പ്രോസസ്സിംഗ് ഫീസ് ഒന്നും വേണ്ട. എക്സാം എഴുതാനായിട്ട് അവർ നമ്മൾ പ്രിപ്പയർ ആക്കും. പക്ഷേ എക്സാമിന് സെന്റർ കിട്ടുന്നില്ല. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം പഠിച്ച് പഠിച്ച് മടുത്തു കഴിയുമ്പോൾ കുട്ടികൾ എന്താക്കും? ഇത് സ്കിപ്പാക്കും. അപ്പൊ എന്തുണ്ടായി? ഇപ്പൊ ഏറ്റവും വലിയൊരു ബിസിനസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുകയാണ് ജർമ്മൻ ക്ലാസ്സസ് നടത്തുന്നവര്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ 2025 മുതൽ 4 മൊഡ്യൂളും പാസ്സായവർക്ക് മാത്രമാണ് ജർമ്മൻ ഗവൺമെന്റ് എടുക്കുന്നുള്ളൂ. അഥവാ പാസ്സാവാത്ത 2 മൊഡ്യൂളൊക്കെ പാസ്സായവർ പോകുന്നുണ്ട്. പക്ഷെ ചിലപ്പോ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കുട്ടികളെ മടക്കി അയക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ കൊണ്ടുപോകുന്ന ഏജൻസി പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം, ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, എക്സാം എഴുതാൻ കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴും എൻ്റെ മകൻ 2 മൊഡ്യൂളാ ഇതുവരെ പാസ്, B2 ലെവലില് 2 മൊഡ്യൂൾ മാത്രമേ പാസ്സായിട്ടുള്ളൂ. പോവാനായിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും 2026 ആവുമ്പോഴത്തേക്കും 4 മൊഡ്യൂൾ പാസ്സാകാതെ ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ മക്കളെ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് പാസ്സാകും വരെ പാരന്റ്സ് അവർക്ക് സപ്പോർട്ടായി നിൽക്കുമെങ്കിൽ മാത്രം അവരതിനെ ചേർത്ത്. ബി കെയർഫുൾ.